മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പിണറായി വിജയന് നേരെ വലിയ രീതിയിലുള്ള രോഷം അണപൊട്ടുകയാണ്. പിണറായി വിജയനെ എങ്ങനെയെങ്കിലും പടിക്ക് പുറത്താക്കണമെന്ന ആവശ്യം ശക്തമാകുമ്പോൾ മൗനം പാലിക്കുകയാണ് CPM. എന്നാൽ ഒരു തരത്തിലും പിണറായി വിജയനെ വിടാൻ ചിലർ ഒരുക്കമല്ല. ശക്തമായ രീതിയിൽ അവർ CPMന് നേരെയും പിണറായിക്കെതിരെയും പൊട്ടിത്തെറിക്കുകയാണ്. കേരള രാഷ്ട്രീയം അർത്ഥപൂർണമായ ഒരു ദശാസന്ധിയിലേക്ക് കടക്കുകയാണ്. അതിന്റെ പേറ്റുനോവാണ് കേരളം ഇപ്പോൾ അനുഭവിക്കുന്നത്. ദേശീയ രാഷ്ട്രീയത്തിൽ കേരളം കൂടുതൽ ഉയർന്ന പങ്ക് നേടാനാണ് സാധ്യത. പ്രിയങ്ക ഗാന്ധിയുടെ ലോക്സഭയിലെ രംഗപ്രവേശവും പ്രതിപക്ഷ നേതാവെന്ന രാഹുൽ ഗാന്ധിയുടെ പുതിയ പദവിയും ഒന്നിച്ച് കോൺഗ്രസിന് കൈവരുന്നത് കേരള രാഷ്ട്രീയത്തിന്റെ പൊളിച്ചെഴുത്തിലേക്ക് വഴി തുറക്കും. അതേസമയം കോൺഗ്രസ് MPമാരുടെ എണ്ണത്തിലെ വർധന വരും വർഷങ്ങളിലും കോൺഗ്രസിന്റെ പോരാട്ടത്തിന്റെ ആക്കവും ഊക്കും ഉയർത്തും. കേരളത്തിൽ CPM വെടി തീർന്നു എന്നത് ഏത് കുഞ്ഞിനും ബോധ്യമായിട്ടുണ്ട് എന്ന് തുറന്നടിച്ച് ശക്തിധരൻ. അധികാരപ്രമത്തനായ മുഖ്യമന്ത്രിക്ക് അതിന് തിരിച്ചറിയാതെയുള്ളൂ എന്നാണ് ശക്തിധരൻ പറയുന്നത്. ജനങ്ങളിൽ വെറുപ്പും വിദ്വേഷവും വൈരവും വളർത്തുന്ന മുഖ്യമന്ത്രിയുടെ ശൈലി മാറാത്തിടത്തോളം മന്ത്രിസഭയുടെ പ്രതിച്ഛായയ്ക്ക് നിഷ്പക്ഷമതികൾ വില കൽപ്പിക്കില്ല. ഏകഛത്രാധിപതിയായി വാഴുന്നതാണ് തന്റെ ലക്ഷ്യം എന്ന് മുഖ്യമന്ത്രി ശാഠ്യം പിടിക്കുമ്പോൾ എന്തിന് അതിനെതിരെ തടസ്സം നിൽക്കണം? കേരളത്തിലെ ഏറ്റവും ജീർണിച്ച പുഴുക്കുത്തേറ്റ പാർട്ടി എന്ന കരിമുദ്ര CPMന് മാറ്റിയെടുക്കേണ്ട എന്ന് മുഖ്യമന്ത്രി തീരുമാനിച്ചാൽ തനിക്ക് ശേഷം പ്രളയമെന്ന് മാത്രം ചിന്തിക്കുന്ന ഒരാളിന് മറ്റെന്ത് കരണീയം? അതുകൊണ്ടാണ് ഉള്ള ജീവനും കൊണ്ട് രക്ഷപ്പെടാൻ CPI ശ്രമിക്കുന്നത്. കണ്ണൂർ ലോബിയുടെ കരിമുദ്ര കുഴിച്ചു മൂടാനാണ് CPIയുടെ ശ്രമം. കോടാനുകോടി സമാഹരിച്ച് കൊടുക്കാനുള്ള ചേകവന്മാരാണ് ഇവർ. തിരുത്തലുകൾക്കും അതീതരാണ് CPM. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ചരിത്രപരമായ നിയോഗം നിർവഹിച്ചു കഴിഞ്ഞു. ഇനിയുള്ള തിരുത്തലുകൾ കതിരിന് വളം വയ്ക്കുന്നത് പോലെയേ ഉള്ളൂ. ശേഷിക്കുന്നത് കൂപമണ്ടൂകങ്ങളാണ്. ഇന്ത്യയിലെ മാർക്സിസത്തിന്റെ നൈഷ്ഠൂര്യം പിണറായിയെ ആവാഹിച്ചിരിക്കുകയാണ്. എന്തോ ചീഞ്ഞു നാറുന്നുണ്ടെന്ന് ജനങ്ങൾ മണത്തറിഞ്ഞിരുന്നെങ്കിലും ഇത്രയേറെ പുഴുക്കുത്ത് വീണിരുന്നു എന്ന് ജനങ്ങൾ അറിഞ്ഞിരുന്നില്ല. വ്യക്തിപൂജ വളർത്തുന്നവർക്ക് ഡബിൾ പ്രമോഷൻ, അതായിരുന്നു അജണ്ട. നേതാവിനൊപ്പം ചിന്തിക്കാനേ അണികൾക്ക് അവകാശമുള്ളൂ. അതിനപ്പുറമായാൽ പുറത്ത് അടിച്ച് പിണ്ടം വയ്ക്കും. പിന്നെ ഭ്രഷ്ട്. പിണറായി വിജയനിൽ നിന്ന് മാനുഷിക പ്രതികരണങ്ങൾ ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. മുഖ്യമന്ത്രിക്ക് ബുദ്ധിഭ്രമം ബാധിച്ചോ എന്നേ സംശയിക്കേണ്ടതുള്ളൂ. ഗുണ്ടകളെ പോലെ വിദ്യാർത്ഥികളെ പൂട്ടിയിട്ട് പീഡിപ്പിക്കുന്നതും പ്രൊഫസർമാരെ ചവിട്ടിക്കൂട്ടുന്നതും മുഖ്യമന്ത്രി തന്നെ ന്യായീകരിക്കുന്നത് കണ്ടില്ലേ? ഇതായിരുന്നു ശക്തിധരൻ കത്തിക്കയറിയത്. പിണറായി വിജയനെ എടുത്ത് കുടയുന്ന ഒരു കുറിപ്പാണ് ശക്തിധരൻ പങ്കുവച്ചിരിക്കുന്നത്. CPMന് ഇനി ഉയർത്തെഴുന്നേൽപ്പില്ല എന്നാണ് ശക്തിധരൻ പറയുന്നത്. ഒന്നോർക്കണം, ഈ പാർട്ടിയിൽ ഒരു കാലത്ത് ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ ഈ പാർട്ടിയിലെ ജീർണ അവസ്ഥ കണ്ട് പുറത്തു വന്ന് പാർട്ടിക്കെതിരെ ശക്തമായി പ്രതികരിക്കുകയാണ്. പാർട്ടിക്കെതിരെയല്ല, പിണറായി വിജയനെതിരെ പ്രതികരിക്കുകയാണ്. പിണറായി വിജയനെ എന്ന് വലിച്ചു പുറത്തിടുന്നോ അന്ന് CPM തലപൊക്കുമെന്നാണ് ഇക്കൂട്ടരെല്ലാം പറയുന്നത്. ഞാനാണെല്ലാം, ഞാനാണ് ഏകാധിപതി, ഞാനാണ് രാജാവ് എന്ന ധാർഷ്ട്യമാണ് പിണറായിക്കുള്ളത്. എന്നാൽ അതിൻ്റെ അടി നിയമസഭയിൽ കഴിഞ്ഞ ദിവസം കിട്ടിയിരുന്നു. ആ അടിയുടെ വേദന കൊണ്ടാണ് പിണറായി അവസാനം ഞാൻ രാജാവല്ല ദാസനാണ് എന്ന് പറയേണ്ടി വന്നത്. എന്തായാലും ഇനിയിപ്പോൾ ഞാൻ ദാസനാണ്, ജനങ്ങളുടെ സേവകനാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അധികാരത്തിൽ കയറി 8 വർഷം കഴിഞ്ഞപ്പോഴാണ് പിണറായിക്ക് ഓർമ്മ വന്നത് ഞാൻ ജനങ്ങളുടെ ദാസനാണെന്ന്. ഏറെ വൈകിയുള്ള ഒരു ബുദ്ധി വയ്ക്കലായിരുന്നു അത്. കാരണം ഇനിയും തിരഞ്ഞെടുപ്പുകൾ ഉണ്ടല്ലോ. ജയിക്കണമെങ്കിൽ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലണം. അതുകൊണ്ട് ഒന്ന് ജാമ്യമെടുത്തതാണ് പിണറായി വിജയൻ, ഞാൻ രാജാവല്ല ഞാൻ ദാസനാണെന്ന്. പക്ഷേ ജനങ്ങൾ കണ്ടത് ഒരു രാജാവിനെയാണ്, ഒരു ഏകാധിപതിയെയാണ്. ജനങ്ങളെ അപ്പാടെ അകറ്റി നിർത്തി ഭരിക്കുന്ന ഒരു ഏകാധിപതിയെ. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ വലിച്ചു താഴെയിട്ടതും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.